ഒരുപാട് വർഷത്തെ പ്രാക്ടീസും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചാനൽ ചെയ്ത ജി ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഗ്രാവിറ്റിക്കെതിരായിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ, പറക്കുന്ന പോലെ. അതില്ലെങ്കിൽ കുറച്ച് ഫിസിക്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഞാനിവിടെ ചെയ്തേക്കുന്ന ഈ ഒരു ചെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കാലുകളൊന്നുമില്ല, പകരം കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. പഴയല്ല പുതിയ സൈക്കിളിൻ്റെ ബ്രേക്ക് കേബിൾ. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് കേബിൾ ഇതിപ്പോൾ 2 mm 1.5 mm കട്ടിയുള്ള ബ്രേക്ക് കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1.5 mm എന്ന് പറയുമ്പോഴത്തേനും ഒരു 270 കിലോ വരെ വെയിറ്റ് താങ്ങാനുള്ള കട്ടിയ കേബിളിനുണ്ട്. ഞാൻ എന്തായാലും ഒരു 10-75 കിലോ വരുള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ പൊട്ടിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതിനു മുന്നേ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, മെറ്റൽ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ാണ്. ഇവനും ശരിയല്ല. ഇവനാണ് എനിക്കിതാ ഈ ഒരു ട്രോഫി തന്നത്. സോ ഇത് വേണ്ട. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള മെറ്റൽ പൈപ്പ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സമുറായി സോഡാണ്. സ്പെഷ്യൽ സമുറായി സോഡ്. സോ നമുക്ക് വേണ്ട പൈപ്പിൻ്റെ പീസസൊക്കെ ആയി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെറ്റലിൻ്റെ ഷീറ്റ് പീസസ് ആണ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പ്ലൈവുഡാണ്. പ്ലൈവുഡ് കട്ട് ചെയ്യാനും നമുക്ക് സെയിം കത്രിക തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ചെയർ ഉണ്ടാക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ഈ പൈപ്പുകളൊക്കെ ഓരോന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വേണ്ട ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചെറിയ പീസ് ഇതിൻ്റെ ടിപ്പിൽ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ വന്നേക്കുന്നത് 105 ഡിഗ്രിയാണ്, 105 ഡിഗ്രി. ഓക്കെ, 105 ഡിഗ്രിയാണ് ആംഗിൾ വന്നേക്കുന്നത്. സോ ഇനി നമുക്ക് ഇതാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു പീസും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇത് ഒന്നാമത്തെ പീസാണ്. അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. സോ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്ലൈവുഡ് എടുക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുന്നു. ഏറെക്കുറെ ഇവിടെയായിട്ട് വരും. കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു തടിയുടെ പീസ് എടുത്തിട്ട് കറക്റ്റ് ക്രോസ് വെച്ച് ഇങ്ങനെ ഓരോ വര വരയ്ക്കുന്നു. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ രണ്ടും കൂടെ വന്ന് കൂട്ടിമുട്ടുന്ന ആ ഭാഗം നമുക്ക് സെൻറ്ററാണെന്ന് കണക്ക് കൂട്ടാം. ഓക്കെ, ഒരു പെൻസിലെല്ലാം യൂസ് ചെയ്യേണ്ടതായിരുന്നു. എനിവേ പെൻസിൽ എടുക്കാൻ പോകാനായിട്ട് എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു പീസ് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു വലിയ ഒരെണ്ണം ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു പീസ് എടുക്കും. നമ്മൾ ഇതെന്ത് സാധനമെന്ന് ചോദിച്ചാൽ എനിവേ ഈ ഒരു പീസ് എടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഏറെക്കുറെ ഈ ഒരു നടുക്ക് വരുന്ന പോലെ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ബൈ ദ വേ ഇത് ഇതിൻ്റെ മൂന്നാമത്തെ ഡ്രിൽ ബിറ്റാട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലൊരു ചെറിയൊരു സൂചി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഹോളിനകത്തൂടെ നമ്മളൊന്ന് ലൂപ്പ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ നമ്മൾ ഇതിനുള്ളിലൂടെ ഇങ്ങനെ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സൂചി
ഇതുവഴി ഇങ്ങനെ അകത്തോട്ടിട്ട് പുറത്തോട്ടെടുത്തു. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ഈ ഒരു തടിയുടെ സെൻറ്റർ ഭാഗത്ത് ഈ സൂചി വരുന്ന പോലെ, ഈ സൂചി ഇങ്ങനെ നമ്മൾ താഴോട്ട് തൂങ്ങി കിടക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഈ ഒരു തടിയുടെ സെൻറ്റർ ഭാഗത്ത് വന്നിരിക്കണം. ആ ഒരു അലൈൻമെൻറ്റിൽ, ആ ഒരു ഓറിയൻറ്റേഷനിൽ നമ്മൾ ഈ പീസിൻ്റെ ഈ ചോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയാണ്. കറക്റ്റ് ഈ സൂചി ഈ പ്ലൈവുഡിൻ്റെ നടുക്ക് വരുന്ന പോലെ. കാറ്റുണ്ട്, കാറ്റൊക്കെ നോക്കി, കാറ്റില്ലാത്തൊരു സമയം നോക്കി വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം വെറുതെ ആവും. സോ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വെക്കുവാണെങ്കിൽ കൂടുതൽ സ്ഥലം വേണം. സോ ഞാൻ എന്തായാലും ഈ ഒരു കോർണറിലോട്ടാണ് മാറ്റി വെക്കുന്നത്. ഒരു കോർണറിലിരിക്കട്ടെ. ഭയങ്കര കാറ്റാണല്ലോ. കറക്റ്റ് നോക്കി കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. കാറ്റ് കാരണം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാറ്റില്ലാതെ അകത്തൊക്കെ കൊണ്ടുപോയി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ അല്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്വാസം വിടാൻ പാടില്ല. ശ്വാസം വിട്ടാൽ മുഴുവൻ അവതാളത്തിലാവും. അപ്പോൾ ഈ ഒരു കാലിരിക്കാനായിട്ട് ഞാനിവിടെ 4 ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബേസിൽ. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഈ തടിയിലോട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 4 മാർക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത തടിയുടെ പീസിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. സോ നമ്മൾ അടുത്തായിട്ട് ചെയ്തേക്കുന്നത്, ഈ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് ഈ സ്ക്രൂ വെച്ചിട്ട് ഈ ഒരു കാല് നമ്മൾ നന്നായിട്ട് അങ്ങ് മുറുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുറുക്കി വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്ക്രൂ ഒക്കെ നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്ത് കളയാൻ ഓർക്കണം. ഇത് സാൻഡ് ചെയ്ത് കളയാനായിട്ട് ഓർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലീക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, മേ ബി. രണ്ടാമത്തേത് ഡൺ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാന്നുള്ള ജോബാണുള്ളത്. അതിന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബൈസൈക്കിളിൻ്റെ ബ്രേക്ക് കേബിൾസാണ്. ഇത് ഫുള്ള് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾസാണ്. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് കട ചെന്നതിന് മേലെ ഇങ്ങനത്തെ സാധനം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ലെന്ന് പറഞ്ഞു കൊടുത്ത ചേച്ചി. ഓക്കെ, സോ സാധാരണ പെയറായിട്ടാണ് കിട്ടാറ്, ഫ്രണ്ടും ബാക്കും കൂടെ. ഞാൻ ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാണ്. 5 എണ്ണം ഉണ്ട്. ഡൺ. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് സാഡിലുകളാണ്. ഞാനിപ്പോൾ 1/2 ഇഞ്ച് സാഡിലാണ് എടുത്തേക്കുന്നത്. 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഓരോ സാഡിലിൻ്റെയും സെൻറ്ററിൽ ഞാനിവിടെ ഓരോ ഹോൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക് കേബിൾ ഇതിനകത്തൂടെ നമുക്ക് എടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ബേസിലെ വേണ്ട പ്ലേറ്റ് നമ്മൾ നോക്കിയിട്ട്, അതായത് ബേസിലെ തടിയുടെ പീസ് നോക്കിയിട്ട് അതിൻ്റെ 4 കോർണറിലോട്ട് നമുക്ക് ഇത് കൂട്ട് ഓരോ സാഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. 4 കോർണറിൽ. ഓക്കെ, ഒരാവശ്യമില്ലായിരുന്നു. ഇതാണ് ബോധമില്ലാണ്ടൊന്നും ചെയ്യില്ലെന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്തു, രണ്ടാമത്തെ സൈഡിൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ ഹോൾ സെൻറ്ററിലില്ല. ഞാനെന്നാൽ പിന്നെ വേറൊരു ഹോളും കൂടെ തുളയ്ക്കാമെന്ന് വിചാരിച്ച് അടുത്തൊരു ഹോളും കൂടെ തുളച്ചു. അപ്പോൾ ഈ 2 ഹോളും ഓരോ സൈഡിലും, ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതിനി കൊള്ളത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇനി വേറൊന്നും എടുക്കേണ്ടി വരും. എനിവേ, ഇപ്പോൾ വേറൊരു സൈഡിലുണ്ട് ഇവിടെ വലുതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇച്ചിരി വീതി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ സെൻട്രൽ ഹോളും കറക്റ്റാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്ക്രൂ മുറുക്കുന്ന ഈ 2 ഹോളുകൾ കണ്ടില്ലേ, ഈ സ്ക്രൂ ഇപ്പോൾ ഇതിനകത്ത് വെറുതെ ചാടിപ്പോരും. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇനി വേറൊരു വഴി കണ്ടുപിടിക്കണം. മേ ബി ഒരു വാഷർ വല്ലതും ഇട്ട് മുറുക്കേണ്ടി വരും ഇതിൽ. അപ്പോൾ നമ്മളിതിൻ്റെ 4 മൂലയ്ക്ക് ഓരോ സാഡിൽ വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഈ ഒരു സാഡിൽ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. കറക്റ്റ് ഒരു ഹോൾ മാത്രം നമുക്ക് വേണ്ട ഈ ലൈനുമായിട്ട് അലൈൻ ചെയ്യുന്ന പോലെ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വേറെ സാഡിലില്ലായിരുന്നു, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള നീണ്ടു നിൽക്കുന്ന സ്ക്രൂ എല്ലാം കട്ട് ചെയ്ത് കളയാനായിട്ട് ഓർക്കണം, അത് മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ഒക്കെ നീണ്ടു നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഹോളുകൾ വീഴുമെന്ന് പേടിക്കണ്ട. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നട്ടും ബോൾട്ടുമാണ്. ഈ ഓരോ നട്ടും ബോൾട്ടിൻ്റെയും ഈ ഒരു ഹെഡിലും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെമ്മിലും ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2 mm ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്താണ് ഹോൾ ഇട്ടേക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു 3 mm ഡ്രിൽ ബിറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രിൽ ബിറ്റ് മാത്രമേ ഇനി മിച്ചമുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന 4 എണ്ണവും ഈ 5 നട്ടുകൾ കൂടി തിന്നു. മിച്ചം ഇനി ഒരെണ്ണേ ഉള്ളൂ. ഇതുകൂടിയായിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ താഴെയുള്ള ഈ ഹോളിനകത്തൂടായിരിക്കും നമ്മൾ ഇതിൻ്റെ കേബിൾ ത്രെഡ് ചെയ്യാൻ പോകുന്നത്. ഈ കേബിൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ നട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇനി ഈ കേബിൾ അനങ്ങുകയില്ല, ഇവിടെ ജാമായി. ഓക്കെ, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതുപോലെ 5 നട്ടുകൾ റെഡിയാക്കണം.
അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ നട്ടിൻ്റെയും ഈ ഹെഡിലെ ഹോള് ഇതിൻ്റെ ഈ സെൻട്രൽ ലൈനുമായിട്ടൊന്ന് വെച്ച് മുറുക്കണം. അപ്പോൾ താഴത്തെ പീസിൻ്റെ നമ്മൾ ഒരു 4 സെൻറ്റിമീറ്റർ വിട്ടായിരുന്നു ഓരോ സാഡിലും വെച്ച് മുറുക്കിയത്. അപ്പോൾ ഈ സാഡിലിൻ്റെ അതേ ഡിസ്റ്റൻസ് നിൽക്കുന്ന പോലെ ഇതിൻ്റെ ഈ കറക്റ്റ് സെൻട്രൽ ലൈൻ 4 സെൻറ്റിമീറ്റർ കയറ്റി ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫുള്ള് മുറുക്കണ്ട, അത്യാവശ്യം ചെറുതായിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ 4 നട്ടും കൂടെ വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇതിനകത്തൂടെയായിരിക്കും നമ്മൾ ഈ കേബിൾ ത്രെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ, ഇനിയിപ്പോൾ ഈ കേബിൾ മാത്രമേ നമുക്ക് ഇടാനുള്ളൂ. ഇനി ബാക്കി ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കേബിളൊക്കെ ഇട്ടൊന്ന് കറക്റ്റ് ആക്കിയാൽ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്കിനി കേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സാഡിൽ ഫിറ്റ് ചെയ്ത പീസ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഓരോ കേബിളും എടുത്ത് മൊത്തം 4 കേബിൾ നമുക്ക് എടുക്കണം ഇതേ ഫിറ്റ് ചെയ്യാനായിട്ട്. ഈ 4 കേബിളും എടുത്തിട്ട് ഈ കേബിളിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പറുണ്ട് ഇവിടെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പർ ഇതിൻ്റെ ഈ ഹോളിനകത്തൂടെ വരുന്ന പോലെ നമുക്കൊന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കും, ഇങ്ങോട്ട് പോരുകയില്ല. അങ്ങനെ നമുക്ക് 4 എണ്ണം ഒന്ന് ത്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 എണ്ണം നമ്മളിങ്ങനെ ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പീസ് എടുക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അകന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി വെക്കാനുള്ള കേബിളിൻ്റെ ഒരു കേബിളും കൂടി ഇനി നമുക്ക് വെക്കാനുണ്ട്. ഈ ഒരു കേബിളും കൂടെ, ഈ കേബിള് ഈ നടുക്കുള്ള ഈ ഹോളിലും അതുപോലെ തന്നെ ഇതേലുള്ള ഹോളിലുമാണ് കിടക്കുന്നത്. ഓക്കെ, ഇതേലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എന്തോരം പൊങ്ങി നിൽക്കണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇത്രയും പൊങ്ങി നിൽപ്പുണ്ട്, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ തൂങ്ങി കിടന്നോളും. അപ്പോൾ ഞാൻ ഇത്രയാണ് വലിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് ആ ഒരു പൊക്കം കറക്റ്റായിട്ട് വരുന്ന പോലെ ബാക്കിയുള്ള ഓരോ കേബിളും കൂടെ നമുക്ക് വെച്ച് മുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ടേബിൾ ഇവിടെ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന കേബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെറിയൊരു പെയിൻറ്റ് ജോബും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബേസിനും അതുപോലെ തന്നെ ടോപ്പിനും നല്ല ഒരു ലാവണ്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ബാക്കി മെറ്റലിൻ്റെ പാർട്സിനെല്ലാം നല്ല ബ്ലാക്ക് കൊടുത്തു. ഈ കേബിൾസിന് ബ്ലാക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കറക്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അല്ലേ? ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിലുള്ള 4 കേബിളുകളെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. ഈ കേബിളിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബാലൻസ് നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു പോകാതെ, ചെരിഞ്ഞു പോകാതെ. ഇപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞു പോകണമെങ്കിൽ ഈ സൈഡിലെ കേബിൾ പിടിച്ച് വലിക്കും, ഇപ്പുറത്തോട്ട് ചെരിയുവാണെങ്കിൽ ഈ സൈഡിലെ കേബിൾ പിടിച്ച് വലിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിന് വേണ്ടി മാത്രമാണ് ഈ സൈഡിലുള്ള 4 കേബിളുകളും കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഫുള്ള് വെയിറ്റ് നിൽക്കുന്നത് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഈ ഒരു കേബിളിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെൻട്രൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു കേബിൾ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ധൈര്യം ഉണ്ടായേനെ കയറിയിരിക്കാനായിട്ട്. ഇപ്പോൾ ധൈര്യം ഇല്ലായിരുന്നല്ല, പക്ഷേങ്കിൽ കുറച്ചും കൂടെ കൂടുതലുണ്ടായേനെ. ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, എണീറ്റ് നടക്കണമല്ലോ. പേടിക്കൊന്നും വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ ഇരുന്നതെന്ന് കണ്ടില്ല. എൻ്റെ ഫുൾ വെയിറ്റ് ഇതേ കൊടുത്ത് തന്നെയാണ് ഇരുന്നത്. ഒരു 10-75 കിലോളം ഉണ്ട്. ഞാൻ കൂടിയിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അത്രയും വെയിറ്റ് ഇതേ വരുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഈ സെൻറ്ററിലെ അപ്പോൾ ഈ ഒരു ഒറ്റ കേബിളിൽ തന്നെ അത്രയും വെയിറ്റ് വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു 1.5 mm കേബിളിന് ഏറെക്കുറെ ഒരു 270 അല്ലെങ്കിൽ 290 കിലോയോളം വെയിറ്റ് താങ്ങാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിയിലുള്ള ഈ കമ്പിയിൽ നിന്ന് ഇത് ശരിക്കും ഹാങ് ചെയ്ത് കിടക്കുമെന്ന് വേണം പറയാനായിട്ട്. ഒരു റിവേഴ്സായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ. മഴ പെയ്യാൻ തുടങ്ങി. മഴ അയ്യോ. അപ്പോൾ എവിടെ നിന്നറിയത്തില്ല, പെട്ടെന്ന് ചടപടയെന്നൊരു മഴയും കൊന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ മുകളിലത്തെ കമ്പി, ഈ ഒരു കമ്പി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക, ഒരു പൈപ്പിൻ്റെ പീസ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്ഭാഗം മുകളിലും അതുപോലെ തന്നെ മുകൾ ഭാഗം താഴെയും വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലേ? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം
ഈ ടോപ്പിലാണ് വന്നേക്കുന്നത്. അടിഭാഗത്തു നിന്നുള്ള ഷാഫ്റ്റ് ഇതിൻ്റെ ടോപ്പിൽ വന്നു, മേൾഭാഗത്തു നിന്നുള്ള ഷാഫ്റ്റ് ഇതിൻ്റെ അടിയിൽ വന്നു. അപ്പോൾ ശരിക്കും മേൾഭാഗം താഴ്ഭാഗം നേരെ ഫ്ലിപ്പ് ചെയ്ത പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പിയിൽ താഴോട്ട് പുള്ളി ചെയ്യുന്ന വലിക്കുന്ന ഒരു ടെൻഷനാണ് വരുന്നത്. ഇത് പൊട്ടാത്തിടത്തോളം കാലം ഇത് നേരെ തന്നെ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാങ് ചെയ്ത് കിടക്കുക എന്ന് വേണം പറയാനായിട്ട്. ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ടേബിൾ, ഒരു സീറ്റ്, അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്വയർ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഉണ്ടാക്കാം, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഉണ്ടാക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 3 കോർണർ കിട്ടിയാൽ മതി. ഇതിന് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിന്നോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ആൻറ്റി ഗ്രാവിറ്റി ചെയർ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ചെയർ ഇങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. നേരെ ഓപ്പോസിറ്റായിട്ട് പല കുത്തി വേണമെങ്കിലും വെക്കാം, ആണല്ലേ? എന്നാലും നല്ല ബലമാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ചെയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.